കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ തീഷ്ണതയോടുകൂടി ഒരുങ്ങി ഉണ്ണിയേശുവിനെ സ്വന്തമാക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കുന്ന ക്രിസ്മസിന് ഏറ്റവും അടുത്ത നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ക്രിസ്മസ് നാളിൽ ഉണ്ണിയേശു നമ്മെ അനുഗ്രഹിക്കുവാനായി കടന്നു വരുമ്പോൾ അവൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ഉണ്ണിയേശുവിനെ നമുക്ക് വേണ്ടി ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഈ ലോകത്തിൻ്റെ രക്ഷകനായി നമുക്ക് പങ്കുവെച്ച് നൽകുമ്പോൾ അമ്മ ഇന്ന് നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്: താമസം വിന സാത്താൻ ബന്ധിക്കപ്പെടും എന്നുള്ള സന്ദേശം. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ച ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് സാത്താനെ ബന്ധിക്കുന്നതിന് വേണ്ടിയും മനുഷ്യനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് എന്ന സത്യമാണ് ക്രിസ്മസ് നാളിൽ നാം മനസ്സിലാക്കുന്നതും ആഘോഷിക്കുന്നതും അനുസ്മരിക്കുന്നതും. ഈ ഒരു സന്ദേശം പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കഞ്ചിക്കോടുള്ള റാണി ജോൺ എന്ന സഹോദരിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകുകയുണ്ടായി. സാത്താൻ ബന്ധിക്കപ്പെടും, അവന്റെ കാലഘട്ടം അവസാനിക്കാറായി, അതുകൊണ്ട് അവനെ നിങ്ങളിനി ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള സന്ദേശം. ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ സന്ദേശം നമ്മൾ ധ്യാനിക്കുമ്പോൾ തിരിച്ചറിയുന്ന ഇപ്രകാരമാണ്: സാത്താന്റെ തല തകർക്കുവാൻ ലോകത്തിൻ്റെ രക്ഷകൻ നമ്മോട് കൂടെ വന്നു പിറക്കുന്നു. അവൻ്റെ പിടിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ലോകരക്ഷകൻ നമ്മോട് കൂടെ വസിക്കുന്ന അനുഭവം ക്രിസ്മസ് നാളിൽ നമുക്ക് ലഭിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഇപ്രകാരമാണ്: സാത്താൻ ബന്ധിക്കപ്പെടേണ്ട കാലമായി, അവൻ്റെ കാലഘട്ടം ഏതാണ്ട് അവസാനിക്കാറായി. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രമാത്രം തിന്മ വർദ്ധിക്കുന്നതും ഇതുവരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തകർച്ച ഈ ലോകത്ത് കാണുന്നതും അനീതി വർദ്ധിക്കുന്നതും അശുദ്ധി വ്യാപരിക്കുന്നതും. അവൻ്റെ കാലഘട്ടം തീരാറായപ്പോൾ അവൻ നിൽക്കക്കള്ളിയില്ലാതെ ഒരവസാന പ്രയോഗം പ്രയോഗിക്കുന്നതാണെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. താമസം വിന അവൻ ബന്ധിക്കപ്പെടുമെന്നാണ് പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് റാണി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് അമ്മ ഇപ്രകാരം കൂട്ടിച്ചേർത്തു: അവന് നിങ്ങൾ ശക്തി കൊടുക്കാതിരുന്നാൽ മതി. അവനെ ബന്ധിക്കുന്ന സമയമായി, അവൻ്റെ കാലഘട്ടം അവസാനിക്കാറായി. ഇനി മനുഷ്യന് അവനെ ഭയക്കാതെ ജീവിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ അവന് ശക്തി കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അവന് ശക്തി കൊടുക്കാൻ പാടില്ല എന്ന് നമ്മ പറയുക?
അവനവൻ്റെ ശക്തി പ്രയോഗിക്കുമ്പോൾ അവനോട് നമ്മൾ സഹകരിക്കാൻ പാടില്ല. ബന്ധിക്കപ്പെടാറായ സാത്താൻ കാലഘട്ടം, അവൻ്റെ സാമ്രാജ്യം തകർന്നു പോകുന്ന സമയമായപ്പോൾ പല രീതിയിലും ഈ ലോകത്തെ പ്രലോഭനങ്ങളിലൂടെ നയിച്ച് അവൻ ആധിപത്യം സ്ഥാപിക്കുവാൻ പരിശ്രമിക്കുകയാണ്. ഈ സമയത്ത് അവൻ ആധിപത്യം സ്ഥാപിക്കുന്നതിന് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു താക്കീതാണ് പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്നത്. എപ്രകാരമാണ് നമ്മൾ നമ്മളെ തന്നെ അവന് വിട്ടുകൊടുക്കുന്നത്? ഒരൊറ്റ രീതിയിൽ മാത്രമേ സാത്താന് നമ്മളെ സ്വാധീനിക്കുവാൻ സാധിക്കുകയുള്ളൂ, അവന് നമുക്ക് ശക്തി പകരുവാൻ സാധിക്കുകയുള്ളൂ. പാപവുമായി സഹകരിക്കുമ്പോൾ മാത്രം. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നത്, പാപത്തിൻ്റെ വേതനം മരണമാണ്. അവൻ കൊലപാതകിയാണ്. അവൻ പാപത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ, പാപത്തിലേക്ക് നമ്മൾ വീണു പോകുമ്പോൾ, നമ്മൾ അവനുമായി സഹകരിക്കുമ്പോൾ പിന്നെ നമ്മളെ എത്തിക്കുന്നത് മരണത്തിലാണ്. ഭൗതിക മരണമാകാം, ആത്മീയ മരണമാകാം, പിന്നെ ഒരു രക്ഷയില്ലാത്ത, തിരിച്ചുവരവില്ലാത്ത ഒരു തകർച്ചയുടെ അനുഭവത്തിലേക്കാണ് പാപത്തിൻ്റെ അവസ്ഥയിലൂടെ തിന്മയുമായിട്ട് സഹകരിക്കുമ്പോൾ പിന്നെ സാത്താൻ നമ്മെ നയിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധമ്മ പറയുക, അവൻ ബന്ധിക്കപ്പെടേണ്ട സമയമായി, അവൻ്റെ കാലഘട്ടം അവസാനിക്കാറായി, നീ ജാഗ്രതയോടെ ആയിരിക്കണം. നീ അവന് ശക്തി പകർന്നു കൊടുക്കരുത്. അവൻ്റെ തിന്മയുടെ ഒരു ഉപകരണമായി നിന്നെ ഉപയോഗിക്കുവാൻ അവൻ്റെ കയ്യിൽ നീ വിട്ടുകൊടുക്കരുത്. ആ ഒരു ശ്രദ്ധ, ആ ഒരു ജാഗ്രത ക്രൈസ്തവരായ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുള്ള ഒരു താക്കീതാണ് പരിശുദ്ധ അമ്മ ഈ സന്ദേശത്തിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് തിന്മയുടെ അരാജകത്വം ലോകത്തെമ്പാടും നമ്മൾ ദർശിക്കുമ്പോൾ അമ്മ പറയുകയാണ്, ഭയക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും അവനാണ് ഈ ലോകത്ത് ഇപ്പോൾ അധികാരം പിടിച്ചു പറ്റിയിരിക്കുന്നത് ചിന്തിക്കരുത്. അവസാനം ദൈവം മാത്രമാണ് വിജയം വരിക്കുക. അമ്മ പറയുകയാണ്, കർത്താവ് ഈ അവസാനം വിജയം വരിക്കും. ഈ ലോകത്തെ പരീക്ഷിക്കുവാനൊക്കെയായി ദൈവം അവനെ അനുവദിച്ചെന്നിരിക്കും. അത് നമ്മളെ പരിശോധിക്കുവാനാണ്. നമ്മൾ എത്രമാത്രം വിശ്വസ്തതയുള്ളവരാണെന്നും നമ്മുടെ ആത്മാവിൽ ദൈവസ്നേഹം എത്രമാത്രം ആഴത്തിലുള്ളതാണെന്നും നമ്മളെ പരിശോധിക്കുവാനായി. ജോബിൻ്റെ പുസ്തകത്തിൽ നന്മ നിറഞ്ഞ ജോബിനെ പരിശോധിക്കുവാൻ സാത്താന് ദൈവം അനുവദിച്ചതുപോലെ നമ്മളെയൊക്കെ പരിശോധിക്കുവാൻ ദൈവം അനുവദിക്കുന്ന ഒരു നിമിഷമുണ്ട്. അവിടെയും ജോബ് തളർന്നു പോകാതെ, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ അസ്ഥിയിൽ നിന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തിയ ജോബിൻ്റെ ഒരു വിശ്വാസം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മ കൊണ്ടുവരുന്ന തകർച്ചയുടെ ഓരോ മേഖലകളിലും നമുക്കുണ്ടാകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ അമ്മ നൽകുന്നത്. നമ്മുടെ ജീവിതം നമ്മളിത് പരിശോധിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, പല രീതിയിലുള്ള തകർച്ചയിലൂടെയോ ഉത്തരം കിട്ടാത്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാകാം, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ഇവിടെയൊക്കെ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ നിരാശപ്പെടരുത്, തളരരുത്. അവസാന വിജയം ദൈവത്തിന് മാത്രമാണ് ലഭിക്കുക. അതുകൊണ്ട് തിന്മയെ ഭയക്കരുത്, അവൻ്റെ മുൻപിൽ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുക. അതുകൊണ്ടാണ് പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുലിഖിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. എന്ത് സംഭവിച്ചാലും അവൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിന്ന് നീ മാറിപ്പോകരുത്, തളരരുത്. നിരാശപ്പെട്ട് ഇനി എന്തിനു പ്രാർത്ഥിക്കണം, ദൈവമില്ലുണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നീ മാറിപ്പോകരുത്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. തക്കതായ സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. അതിനുവേണ്ടി നീ കാത്തിരിക്കുക. വചനം നമ്മെ പഠിപ്പിക്കുക, തക്കതായ സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തിക്കൊള്ളും.
നമ്മെ പ്രലോഭനത്തിലേക്ക് നയിക്കുന്ന, നമ്മെ വഞ്ചിക്കുന്ന സാത്താൻ ബന്ധിക്കപ്പെടുന്നൊരു സമയമുണ്ട്. ദൈവം നമ്മളെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്. എന്നിട്ട് വചനം തുടരുകയാണ്. പത്രോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്, നിന്റെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുകയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ നേരിടുക എന്ന് പത്രോസ്ലീഹ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു വിശ്വാസത്തിൻ്റെ ദൃഢതയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആർജിച്ചെടുക്കുവാൻ പരിശുദ്ധ അമ്മ പറയുന്നത്. അത് പലപ്പോഴും എളുപ്പമല്ല. എന്നാൽ അമ്മയുടെ സന്ദേശം വളരെ കൃത്യമാണ്. നമ്മൾ സാത്താൻ്റെ സാമ്രാജ്യം തകരപ്പെടുന്നതിന് മുൻപ് അവനൊരു അവസാനമായിട്ട് അവനൊരു പരിശ്രമിക്കുന്നുണ്ട്, എവിടെയെങ്കിലുമൊക്കെ അള്ളിപ്പിടിച്ച് നിൽക്കുവാനായി. ആ സമയത്ത് നമ്മളും ഒരുപക്ഷെ അവനാൽ സ്വാധീനിക്കപ്പെടുന്ന സാഹചര്യങ്ങളുമുണ്ട്. അമ്മ പറയുകയാണ്, നീ അവൻ്റെ കൂടി അവന് ശക്തി കൊടുക്കരുത്. നീ ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് അവനെ വെറുത്തുപേക്ഷിച്ച് പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് പാപത്തിൽ നിന്ന് മാറി നിന്ന് ദൈവത്തിൻ്റെ പൈതലായി നീ ജീവിക്കുക. എന്നാൽ അമ്മ കൂട്ടിച്ചേർക്കുന്ന ഇപ്രകാരമാണ്, നീ ചങ്കത്ത് വെച്ച് നീ ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജോബ് പറഞ്ഞതുപോലെ, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് സാത്താൻ്റെ നേരെ നോക്കി നീ പറയുമ്പോൾ പിന്നെ അവന് നിന്റെ ജീവിതത്തിൽ നിന്നെ സ്വാധീനിക്കാൻ സാധിക്കാതെ അവൻ ഓടി രക്ഷപ്പെടുമെന്നാണ് പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശം. ദൈവത്തിൻ്റെ മകനാണ് ഞാൻ ദൈവത്തിൻ്റെ മകളാണെന്ന്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ മകനാണ്, മകളാണ്, സ്വന്തമാണെന്ന് തിന്മയുടെ മുഖത്തു നോക്കി നാം വിളിച്ചു പറയുമ്പോൾ പിന്നെ അവന് നമ്മെ സ്വാധീനിക്കാൻ സാധിക്കില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അധരം കൊണ്ട് നമ്മൾ ഇത് ഏറ്റു പറയണം. ഞാൻ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. പല തിക്താനുഭവങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവത്തെ പഴിക്കുവാനുള്ള ഒരു പ്രലോഭനമാണ് സാത്താൻ നമുക്ക് നൽകുക. അപ്പോൾ നമ്മൾ പറയണം, ഞാൻ ദൈവത്തിൻ്റെതാണ്, ഞാൻ യേശുക്രിസ്തുവിൻ്റെതാണ്, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുവാനുള്ള വിശ്വാസത്തിൻ്റെ ദൃഢത നമ്മൾ ആർജിച്ചു കഴിയുമ്പോൾ, ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ, ആ ഒരു വിശ്വാസത്തിൽ ദൈവസ്നേഹം കൊണ്ട് ജ്വലിച്ച് ജോബ് പറഞ്ഞതുപോലെ, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും ഞാൻ അസ്ഥിയിൽ ദൈവത്തെ സ്തുതിക്കും എന്നുള്ള ആ വാക്കുകൾ നമുക്കും ശക്തി പകരട്ടെ. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തോട് ചേർത്തിണക്കി മുന്നോട്ട് പോകുവാൻ ദൈവം ഈ ക്രിസ്മസ് നാളിൽ നമ്മളെ സഹായിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അമ്മ പറയുകയാണ്, ജപമാലയാകുന്ന ചങ്ങല ഉപയോഗിച്ച് എന്നോട് ചേർന്ന് നിന്ന് മക്കളെ നിങ്ങൾ മുന്നേറണം എന്നാണ് അമ്മ പറയുക. ക്രിസ്മസ് നാളിൽ ദൈവവചനത്തെ മാംസം ധരിച്ച് അമ്മ ഈശോയെ നമുക്ക് നൽകുമ്പോൾ ഈ ക്രിസ്മസിൻ്റെ വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈ സന്ദേശം അമ്മ പകർന്നു തരുമ്പോൾ അമ്മ പറയുകയാണ്, ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ആ നിമിഷങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സമാധാനമായി മാറണമെങ്കിൽ, ശാശ്വതമായ ഒരു ആത്മീയ ആനന്ദത്തിൻ്റെ അനുഭവമായി മാറണമെങ്കിൽ അമ്മ പറയുകയാ, ജപമാലയാകുന്ന ചങ്ങലയെടുത്ത് നിങ്ങൾ ഉപയോഗിക്കണം. അമ്മയുടെ വാക്കുകൾ ഇതാണ്, മക്കളെ നിങ്ങൾ ജപമാലയാകുന്ന ചങ്ങലയെടുത്ത് ഉപയോഗിക്കുവാനാണ് അമ്മ പറയുക. ജപമാലയാകുന്ന ചങ്ങലയെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറണമെന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ അമ്മ പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തുപയോഗിക്കേണ്ടത് ജപമാലയാണ്. ചങ്ങലയെ നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ജപമാല കൊണ്ട് സാത്താനെ ബന്ധിക്കാനാകും. എന്നിട്ട് അമ്മ പറഞ്ഞു കൊടുക്കുന്നതാണ്, മക്കളെ എൻ്റെ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന, എൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ് ജപമാല പ്രാർത്ഥന. എൻ്റെ വിജയം അത് സത്യമാണ്, സുനിശ്ചിതമാണ്. എൻ്റെ പുത്രനോട് ചേർന്ന് സാത്താൻ്റെ തല തകർത്ത്
ഞാനും വിജയം വരിക്കും എന്നുള്ളത് അതൊരു സത്യമാണ് എന്ന്, അതിൻ്റെ അടയാളമാണ് ജപമാല പ്രാർത്ഥനയെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്. അമ്മയുടെ സന്ദേശമാണ്, ജപമാലയാകുന്ന ചങ്ങലയെടുത്ത് നീ യുദ്ധം ചെയ്ത് മക്കളെ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നേറുക എന്നാണ് പരിശുദ്ധ അമ്മ റാണി ചേച്ചിക്ക് നൽകിയ സന്ദേശത്തിൽ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് അമ്മയുടെ പ്രാർത്ഥനയാണെന്നും, ജപമാല നമ്മൾ ചൊല്ലുമ്പോൾ അമ്മ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ ജീവിതങ്ങളാകുന്ന മുത്തുകളെ അമ്മയുടെ പരിശുദ്ധിയുടെ നൂലിൽ കോർത്തിണക്കി ദൈവപിതാവിന് സമർപ്പിക്കുന്ന വലിയ ആത്മീയ അനുഭവത്തിൻ്റെ ആയുധമാണ് പരിശുദ്ധ ജപമാലയെന്ന് നമ്മ പറഞ്ഞു കൊടുത്തു. എന്താണ് പറഞ്ഞു കൊടുത്തത്? നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ഒരുപക്ഷെ ബലഹീനത നിറഞ്ഞ ജീവിതങ്ങളെ അമ്മയുടെ പരിശുദ്ധിയാകുന്ന ചരടോട് കോർത്തിണക്കി ദൈവപിതാവിന് സമർപ്പിക്കുന്ന ആയുധമാണ് പരിശുദ്ധ ജപമാല. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള മടി, അലസത, തിന്മ നമുക്ക് കൊണ്ട് തരുന്നുണ്ട്. ജപമാല അറ്റപ്പറ്റിയൊക്കെ ചെല്ലുക, ജപമാല ഒരു അനുഭവമില്ലാതെ ചുമ്മാ ചെല്ലിപ്പോവുക, ജപമാല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനുള്ള കിട്ടുന്ന അവസരങ്ങൾ അലസത കൊണ്ടും മടി കൊണ്ടും നഷ്ടപ്പെടുത്തുക. അങ്ങനെ ജപമാലയോടൊരു താല്പര്യമില്ലാതെ ജപമാല ചെല്ലാൻ സാധിക്കാതെ മനുഷ്യൻ കടന്നു പോകുന്ന പ്രലോഭനം ഇന്ന് ലോകത്തെമ്പാടും അനേകർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുകയാണ്. ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ആ പ്രലോഭനത്തിന് വിട്ടുകൊടുക്കാതെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണം. അവൻ സഹായകനാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഈ കാലഘട്ടത്തിൽ അമ്മ നൽകിയ അമ്മയുടെ ഈ പ്രേരണകൾ ഏറ്റെടുത്തുകൊണ്ട് ജപമാല തീഷ്ണതയോടുകൂടി ചൊല്ലി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ആ ഒരു കൃപ പരിശുദ്ധാത്മാവിൽ നിന്ന് ഈ ക്രിസ്മസ് നാളിൽ നമുക്ക് നേടിയെടുക്കുകയും ചെയ്യാം. പ്രിയമുള്ള സഹോദരങ്ങളെ, അമ്മയുടെ വാക്കുകൾ വളരെ ഗൗരവമായി തന്നെ നാം എടുക്കേണ്ടതാണ്. കാരണം നമ്മെ ഈ ലോകത്ത് തിന്മ വരിഞ്ഞു മുറക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ എല്ലാ ആയുധങ്ങളെയും തകർക്കുന്ന ദൈവത്തിൻ്റെ ആയുധമാണ് പരിശുദ്ധ ജപമാല. എന്നിട്ട് അമ്മ പറയുകയാണ്, സാത്താൻ ബന്ധിക്കപ്പെടുന്ന ചങ്ങലയാണ് ജപമാല പ്രാർത്ഥനയെന്ന്. അതുകൊണ്ട് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ ഏതെങ്കിലും മേഖലകളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിൽ തിന്മ നമ്മളെ ബന്ധിക്കുന്ന എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നിരാശപ്പെടാതെ, തളരാതെ ജപമാല എന്ന ആയുധം കയ്യിലെടുക്കുക. ജപമാല ചൊല്ലി തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക, തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുക. നമ്മൾ ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന ദൈവവചനം സാത്താനെ ബന്ധിക്കും. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ എഫേസൂസ് ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആത്മീയ യുദ്ധത്തെക്കുറിച്ച് പൗലോസ് പങ്കുവെച്ച് നൽകുമ്പോൾ പറയുന്നുണ്ട്, ആത്മാവിൻ്റെ വാളാണ് ദൈവവചനം. ഈ ദൈവവചനം ക്രിസ്മസ് നാളിൽ മാംസം ധരിച്ച് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ ദൈവവചനത്തെ ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ ഉരുവിട്ട് സാത്താൻ്റെ തല തകർക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിലൂടെ അമ്മ നമുക്ക് നൽകുകയാണ്. പരിശുദ്ധ അമ്മ ജോബിൻ്റെ പുസ്തകത്തിലെ ഒരു ദൈവവചനം കോട്ട് ചെയ്ത് ഇപ്രകാരം സംസാരിച്ചു. ജോബിൻ്റെ പുസ്തകത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം, വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്നതുപോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നുവെന്ന്. വരൾച്ചയും ചൂടും നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഹിമജലം, ഒരു തുള്ളി ജലത്തെ അത് പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോകും, അത് പെട്ടെന്ന് അപ്രത്യക്ഷമാകും. വരൾച്ചയും ചൂടും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഹിമജലത്തിന്
നിലനിൽക്കുവാൻ സാധിക്കില്ല. അതുപോലെ പരിശുദ്ധ അമ്മ കൊട്ടുകയാണ്, വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്നതുപോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? പാപവുമായി സഹകരിക്കുന്നൊരു വ്യക്തി, പാപത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകുന്ന ഒരു വ്യക്തിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു. പിന്നെ അവനൊരു തിരിച്ചുവരവില്ല, അവനൊരു പിന്നെ മുക്തിയില്ല, പിന്നെ അത് നാശമാണ്. ഈ വചനം കൂട്ടി നമ്മ പറയുകയാ, പാപത്തിൻ്റെ ചൂടിലേക്ക് നാം ആകർഷിക്കപ്പെടുമ്പോൾ, പാപത്തിൻ്റെ ചൂട് നുകർന്ന് ജീവിക്കുവാൻ നാം നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അമ്മ ഓർമ്മപ്പെടുത്തുകയാണ്, വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്നതുപോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഈ തിന്മയെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ നേരിടേണ്ട സമയമായി എന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ 31-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുലിഖിതത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരാണ് അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തി എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ട് അത് ചെയ്യാത്തവനും, തിന്മ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ടായിട്ട് അത് പ്രവർത്തിക്കാത്തവനുമായി നിങ്ങൾ ആരുണ്ട്? അവനാണ് അനുഗ്രഹിക്കപ്പെടുക. പാപം ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പാപം ചെയ്യുവാൻ കഴിവുണ്ടായിട്ട് അത് ചെയ്യാത്തവനും, തിന്മ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ടായിട്ട് അത് പ്രവർത്തിക്കാത്തവനുമായി ആരുണ്ട്? അവനെയാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പല രീതിയിലും തിന്മയുമായി സഹകരിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ട്. തിന്മയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകൾ ചുറ്റുപാടുമുണ്ട്. ഒരുപക്ഷെ വളരെ ആകർഷണമായി അവയെല്ലാം തോന്നിയെന്ന് വിരിക്കും. എന്നാൽ അമ്മ പറയുകയാണ്, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൃഢതയോടുകൂടി ദൈവവചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ട് അത് ചെയ്യാത്തവനും, തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ട് അത് പ്രവർത്തിക്കാത്തവനുമായി നിങ്ങളിൽ ആരുണ്ട്? അവനാണ് അനുഗ്രഹിക്കപ്പെടുക. പാപത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്ന വ്യക്തികൾക്ക് ദൈവാനുഗ്രഹങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് പകർന്നു തരുന്നത്. നമ്മുടെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് നാളിൽ ദൈവം മനുഷ്യനായി അവതരിക്കുന്ന ഈ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുമ്പോൾ, കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്ന ഇമ്മാനുവേലായി, കൂടെ വസിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ, ആ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, ആ ദൈവത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട്, ക്രിസ്മസിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാപത്തെയും പാപത്തിൻ്റെ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുവാനുള്ള ഒരു കൃപ ഈ ക്രിസ്മസ് നാളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നേടിയെടുക്കാം. അതിനായി പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തന്ന ഏറ്റവും വലിയ ആയുധമായ ജപമാല പ്രാർത്ഥന കൂടുതലായി എടുത്തുപയോഗിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് തിന്മയെ ബന്ധിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ തലമുറകളെ ഒരുപക്ഷെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മ ബന്ധിതനാകുന്ന സമയം അടുത്തിരിക്കുന്നു, അവൻ്റെ കാലഘട്ടം അവസാനിക്കാറായി എന്ന പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് അമ്മ നമ്മൾ ആവശ്യപ്പെട്ട അവൻ്റെ കാലഘട്ടം അവസാനിക്കാറായി, എന്നാൽ നീ അവന് ശക്തി പകരരുത് എന്നുള്ള അമ്മയുടെ ആ താക്കീത്, അത് ഈ ക്രിസ്മസ് നാളിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. എൻ്റെ ഒരു വാക്കിലൂടെ, എൻ്റെ ഒരു പ്രവൃത്തിയിലൂടെ, ഞാൻ തിന്മയ്ക്ക് വിട്ടുകൊടുക്കുന്നതിലൂടെ സാത്താൻ എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ ആധിപത്യം പുലർത്താൻ ഇനി ഞാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി ഉണ്ണിയേശുവിനെ നമ്മൾക്ക് സ്വന്തമാക്കി ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായവും
പ്രാർത്ഥനയും നമുക്ക് യാചിക്കുകയും ചെയ്യാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരിക്കലും തിന്മയെ ഭയക്കേണ്ടവരല്ല നമ്മൾ എന്ന് നാം തിരിച്ചറിയുകയാണ്. ഉണ്ണിയേശുവിനെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സ്വന്തമാക്കി തിന്മയ്ക്കെതിരായി ഒരു യുദ്ധം പരിശുദ്ധ കന്യകാമറിയം ആരംഭിച്ചിരിക്കുകയാണ്. സാത്താന്റെ തല തകർക്കുവാനുള്ള ദൈവത്തിൻ്റെ പുത്രനെ തൻ്റെ ഉദരത്തിൽ അമ്മ സ്വീകരിച്ചുകൊണ്ട് അമ്മ 10 മാസത്തോളം അവനെ വളർത്തി ലോകത്തിന് നൽകുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് ദിനങ്ങളിൽ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്. ഒരു വലിയ സാത്താന്റെ തലതറക്കുന്ന യുദ്ധത്തിലേക്ക് അമ്മ പ്രവേശിക്കുമ്പോൾ അമ്മയുടെ മക്കളായ നിങ്ങൾ ഉറങ്ങിക്കഴിയരുത് എന്നും അമ്മയോട് ചേർന്ന് വളരെ ശക്തമായി തന്നെ ഈ ആത്മീയ യുദ്ധത്തിൻ്റെ ഭാഗമായി മാറണമെന്നും പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിക്കൊണ്ട്, ഉണ്ണിയേശുവിനെ സ്വന്തമാക്കിക്കൊണ്ട് ഈ ക്രിസ്മസ് നാളിൽ നമ്മൾ പുതിയ വർഷത്തിലേക്ക്, ജനുവരി മാസത്തിലേക്ക് പുതിയ വർഷത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ വലിയ ആത്മീയ ഉണർവോടുകൂടി വലിയൊരു ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തിന്മയുടെ തലതകർക്കുന്ന സൈന്യത്തിലെ അംഗങ്ങളായി നമ്മളും മാറി പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവ് യേശുക്രിസ്തുവിന് വിജയം നൽകുന്ന കർത്താവിൻ്റെ ധീരപടയാളികളായി ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മളെയും മാറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷിക്കാം. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. സാത്താൻ ബന്ധിക്കപ്പെടുന്ന സമയമായി, അവൻ്റെ കാലഘട്ടം തീരാറായി. നിങ്ങൾ അവനിനി ശക്തി പകർന്നു കൊടുക്കരുത്. ജപമാലയാകുന്ന ചങ്ങല ഉപയോഗിച്ചുകൊണ്ട് മക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ മുന്നേറണം എന്നുള്ള അമ്മയുടെ ഈ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ജപമാലയാകുന്ന ചങ്ങല എന്ന ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് നാളിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു പുതുവർഷത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. തിന്മയിൽ നിന്ന് മോചിതമായ, സാത്താൻ ബന്ധിക്കപ്പെടുന്ന ഒരു പുതുവർഷത്തിൽ ഒരു പുതുവർഷം ദൈവം നമുക്ക് നൽകുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനായി പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് തേടാം. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ ഈശോയുടെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും ഈ ക്രിസ്മസ് നാളിൽ നിങ്ങൾ ഓരോരുത്തരുമൊപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് നാളിൽ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.